ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈശോ ഒത്തിരിയേറെ സ്നേഹിച്ച ഒരു കുടുംബമായിരുന്നു ലാസറിൻ്റെ കുടുംബം. ജെറൂസലേം യാത്രയിൽ ഈശോ ലാസറിൻ്റെ വീട്ടിൽ പോവുകയും അവരുടെ സ്നേഹം പരിഗണനയുമൊക്കെ സ്വീകരിച്ച് ഈശോ അവിടെ ഒത്തിരിയേറെ സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ ലാസറിൻ്റെ സഹോദരിമാർ ഈശോയെ സ്വഭവനത്തിൽ സ്വീകരിച്ചു. അപ്പോൾ മറിയം കർത്താവിൻ്റെ പാദത്തെങ്കിലിരുന്ന് കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മർത്തായാകട്ടെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഓടി നടന്നു. അവൾ പലവിധ കാര്യങ്ങളിൽ അസ്വസ്ഥയാണ്. അതിനിടയ്ക്ക് മർത്ത കർത്താവിനോട് പരാതിയും പറയുന്നുണ്ട്. പണി മുഴുവൻ ഞാൻ തന്നെ എടുക്കുന്ന കർത്താവേ, ഇവളോട് വന്ന് എന്നെ ഒന്ന് സഹായിക്കാൻ പറ. അങ്ങനെ കർത്താവിനോട് അവൾ പരാതിയും പറഞ്ഞു. ലൂക്കായുടെ സുവിശേഷം 10-ാമത്തെ അധ്യായം 40-42 വചനങ്ങളിൽ, കർത്താവെ, ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലേ? എന്നെ സഹായിക്കാൻ അവളോട് പറയുക. കർത്താവ് അവളോട് പറഞ്ഞു, മർത്ത മർത്ത, നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയും ഇല്ല. ഈശോയുടെ അടുത്തിരുന്ന് മറിയം അവിടുത്തെ വചനങ്ങൾ ശ്രവിക്കുകയാണ്. മർത്തായ്ക്കാകട്ടെ ഈശോയെ ശുശ്രൂഷിക്കുന്നതിനെക്കുറിച്ചുമെല്ലാം ഒത്തിരിയേറെ ആകുലതയും ഒരുപാട് കുറവുകളെക്കുറിച്ചുള്ള ചിന്തയുമൊക്കെ ആയിട്ട് അവൾ ഓടിപ്പാഞ്ഞ് നടക്കുകയാണ്. അതുകൊണ്ടാണ് കർത്താവിനോട് പറയുന്നത്, കർത്താവെ, ശുശ്രൂഷയ്ക്കായി സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ കാണുന്നില്ലേ? അവളോടും കൂടെ ഒന്ന് സഹായിക്കാൻ പറ. പണി മുഴുവൻ ഞാൻ തന്നെയാണ് എടുക്കുന്നത്. അപ്പോഴാണ് കർത്താവ് അവളോട് മറുപടി പറയുന്നത്, മർത്ത മർത്ത, നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും ആകുലയുമാണ്. ഒറ്റ കാര്യമേ ആവശ്യമുള്ളൂ. അത് മറിയത്തിന് എന്താണെന്ന് പിടികിട്ടി. അത് അവൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. കർത്താവുമായി സംസാരിച്ചിരിക്കുമ്പോൾ മറിയത്തിനറിയാം അവളുടെ ജീവിതത്തിലെ ഒത്തിരിയേറെ തെറ്റുകൾ തിരുത്തുവാനായിട്ട് സാധിക്കും. കർത്താവുമായിട്ടുള്ള സംസാരം അവളുടെ ജീവിതത്തിലേക്ക് ഒത്തിരി വെളിച്ചം വീശും. എന്നിലെ പോരായ്മകളൊക്കെ കർത്താവിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ തെളിഞ്ഞു വരും. എൻ്റെ വഷളായ ബന്ധങ്ങളും ഞാൻ ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം തമ്പുരാൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് വരികയും തിരുത്തപ്പെടേണ്ട എല്ലാ കാര്യങ്ങളിലേക്കും എൻ്റെ ശ്രദ്ധ പതിയുകയും ചെയ്യും. കർത്താവ് വന്നത് അവൾക്കൊരു ഭാരമായിട്ടല്ല. കർത്താവിനെ എങ്ങനെ ശുശ്രൂഷിക്കണം, കർത്താവിന് ഭക്ഷണം കൊടുക്കണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. പക്ഷേ ഇതെല്ലാം ചെയ്യാനുണ്ടെങ്കിലും മറിയം വളരെ ശാന്തമായി കർത്താവിൻ്റെ മുമ്പിൽ ഇരിക്കുന്നു, ആ വചനം കേൾക്കുന്നു. സമയമാകുമ്പോഴൊക്കെ ചെയ്യാം, അതായിരിക്കാം മറിയം കരുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ ജോലികളെക്കുറിച്ച് മുഴുവൻ കർത്താവിൻ്റെ വചനം കേട്ടപ്പോൾ അവൾ മറന്നുപോയിട്ടുണ്ടാവാം. എന്തായാലും അവൾ ഈശോയുടെ മുമ്പിലിരിക്കുന്നു. ഈശോ പറയുന്നു, മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് ഒരിക്കലും മാറ്റപ്പെടുകയില്ല. ഇത് അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മളും തമ്പുരാൻ്റെ മുമ്പിലിരിക്കുമ്പോൾ നമുക്കൊരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്തപ്പെട്ട് കിട്ടും. ഒരുപാട് നിത്യസത്യങ്ങൾ ദൈവം നമ്മളെ പഠിപ്പിക്കും. ദൈവം നമ്മോട് സംസാരിക്കുന്നത് അവിടുത്തെ മുമ്പിൽ നമ്മൾ ശാന്തരായി ഇരിക്കുമ്പോൾ മാത്രമാണ്. ധനികനായ മനുഷ്യൻ കർത്താവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, കർത്താവെ, രക്ഷ പ്രാപിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഈശോ അവനോട് പറഞ്ഞു, പ്രമാണങ്ങളൊക്കെ നിനക്കറിയാമല്ലോ. അറിയാം,
ചെറുപ്പം മുതൽ ഞാനതൊക്കെ പാലിച്ചിട്ടുണ്ട്. പക്ഷേ ഈശോയുമായിട്ടുള്ള സംസാരത്തിൽ ഒരു കാര്യം അവന് വെളിപ്പെടുത്തപ്പെട്ട് കിട്ടി. അവൻ കൽപ്പനകളെല്ലാം അനുസരിക്കുന്നുണ്ട് എങ്കിലും അവൻ്റെ ജീവിതത്തിൽ വലിയ ഒരു കുറവ് അവശേഷിക്കുന്നുണ്ടായിരുന്നു. ഈശോ അവനോട് പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്. ആ കുറവെന്താണ്? അവൻ്റെ കുറവ്, അവൻ വലിയ സമ്പന്നനായിരുന്നു. അവൻ്റെ സമ്പത്ത് ആരുമായിട്ടും പങ്കുവയ്ക്കാതെ അത് അവനു വേണ്ടി മാത്രം കരുതിക്കൊണ്ട് ആർക്കും കൊടുക്കാത്ത രീതിയിൽ, ആരെയും അവൻ്റെ സമ്പത്തിൽ ഭാഗഭാക്കാകാതെ, ആരെയും അതിൽ പങ്കുചേർക്കാതെ, ആർക്കും ഒരു സഹായം ചെയ്യാതെ അവൻ ജീവിക്കുകയാണ്. ഈശോ അത് അവന് വെളിപ്പെടുത്തി കൊടുത്തു. നിനക്കൊരു കുറവുണ്ട്. നീ പോയി നിൻ്റെ സമ്പത്ത് മുഴുവൻ വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക്, അതിനുശേഷം വന്ന് എന്നെ അനുഗമിക്കൂ. അതവന് വെളിപ്പെടുത്തപ്പെട്ട് കിട്ടിയത് ഈശോയുടെ മുമ്പിൽ അവൻ ചെന്നപ്പോഴാണ്. കർത്താവ് അവിടെ പഠിപ്പിക്കട്ടെ, ഞാൻ അവൻ്റെ അടുത്ത് പോകുന്നില്ല എന്നവൻ തീരുമാനിച്ചിരുന്നെങ്കിൽ അവൻ ഒരിക്കലും ആ സത്യം വെളിപ്പെട്ട് കിട്ടുകയില്ലായിരുന്നു. കർത്താവിൻ്റെ അടുത്ത് ചെന്നതുകൊണ്ടാണ് ആ സത്യം അവന് വെളിപ്പെട്ട് കിട്ടിയത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം അതെനിക്ക് ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്തപ്പെട്ട് കിട്ടാൻ ഇടയാകും. എൻ്റെ പ്രാർത്ഥനാ ജീവിതം ശക്തിപ്പെടേണ്ടതിൻ്റെ ഒരാവശ്യം ഇവിടെയാണ്. എൻ്റെ പ്രാർത്ഥന ശക്തിപ്പെടണമെങ്കിൽ എൻ്റെ ഈശോയുമായി എനിക്ക് വ്യക്തിപരമായ ഒരു ബന്ധമുണ്ടാകണം. ഈ മറിയം എവിടെ ശ്രമിക്കുന്നത് അതിനാണ്, ഈശോയുമായി ഒരു വ്യക്തിപരമായ ബന്ധം. ഈശോയുടെ വാക്കുകൾ കേട്ടപ്പോൾ ചില വചനങ്ങൾ എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് പതിക്കുന്നുണ്ട്. അതെനിക്ക് വരുത്തേണ്ട ചില മാറ്റങ്ങൾ വരുത്താൻ എന്നെ നിർബന്ധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി എന്നെ രൂപാന്തരപ്പെടുത്തുന്നുണ്ട്. അത് അവിടുത്തെ മുമ്പിലിരുന്നാലേ എനിക്കത് കിട്ടുകയുള്ളൂ. മർത്ത ഓടി നടക്കുന്നത് പോലെ പലവിധ കാര്യങ്ങളെക്കുറിച്ച് വ്യഗ്രചിത്തയായി ഓടി നടന്നതുകൊണ്ട് ഈ ഒരു മാറ്റം എൻ്റെ ജീവിതത്തിൽ എനിക്കൊരിക്കലും ലഭിക്കുകയില്ല. കർത്താവിൻ്റെ വചനങ്ങൾ എൻ്റെ ഉള്ളിൽ പതിക്കുമ്പോൾ ആ വചനം അവിടെ പൊട്ടിമുളച്ച് വളർന്ന് ഇലയായി കതിരായി അതവിടെ ഫലം ചൂടുമ്പോൾ എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും. കർത്താവിൻ്റെ വചനം എന്നിൽ പതിക്കണമെങ്കിൽ ഞാൻ അവിടുത്തെ മുമ്പിൽ ഒന്ന് ചെല്ലണം. അവിടുന്ന് പറയുന്നത് ഞാൻ കേട്ടിരിക്കണം. അത് പറയുന്നത് കേട്ടിരുന്നാൽ മാത്രം പോരാ, ഞാനതെൻ്റെ ജീവിതത്തിലേക്ക് പകർത്തുകയും വേണം. അപ്പോൾ അതുകൊണ്ടാണ് ചെറുപ്പക്കാരനോട് ഈശോ പറഞ്ഞത്, നിനക്കൊരു കുറവുണ്ട്. ഈശോ സത്യസന്ധമായി സംസാരിക്കും. എൻ്റെ ജീവിതത്തെക്കുറിച്ചൊരു വിലയിരുത്തൽ വേണമെന്ന് ഞാൻ ആരോടെങ്കിലും പറഞ്ഞാൽ അവൻ്റെ കാഴ്ചപ്പാടുകൾ മാത്രമായിരിക്കും എൻ്റെ ജീവിതത്തിലേക്ക് തരിക. അത് 100% ശരിയായിക്കൊള്ളണം എന്നില്ല. പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ തുറന്ന മനസ്സോടെ ഇരിക്കുമ്പോൾ, കർത്താവേ നീ സംസാരിച്ചാലും അങ്ങയുടെ ദാസൻ ഇതാ കേൾക്കുന്നു എന്ന മനോഭാവത്തോടെ അവിടുത്തെ മുമ്പിൽ ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ചില വ്യതിയാനങ്ങൾ സംഭവിക്കും. അത് സംഭവിക്കാൻ ദൈവം ഇടയാക്കും. കാരണം അവിടുത്തെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. അത് എൻ്റെ ജീവിതത്തിൽ പരിവർത്തനം വരുത്തുന്നതിന് എന്നെ സഹായിക്കും. അത് ദൈവത്തിൻ്റെ വചനം പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും ഉള്ളതാണ്. അത് എൻ്റെ ദൈവം ചിലപ്പോൾ എനിക്ക് പ്രബോധനത്തിനായിട്ട് തരും, തെറ്റുതിരുത്തലിനായിട്ട് തരും, ചിലപ്പോൾ കർത്താവ് എന്നെ ശാസിക്കും. ഇതെല്ലാം ഞാൻ കേൾക്കേണ്ടതാണ്. ഇത് കേട്ട് കഴിയുമ്പോഴാണ് എൻ്റെ സന്ധിബന്ധങ്ങളെയും മജ്ജയെയും തുളച്ചു കയറി അവിടുത്തെ വചനം എന്നെ സുഖപ്പെടുത്തുന്നത്. അപ്പോൾ യേശുവിൻ്റെ വാക്കുകൾ എപ്പോഴും നമ്മളെ ആകർഷിക്കും. അവിടുത്തെ വചനങ്ങൾ എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരും. അപ്പോൾ എന്നിൽ ഉള്ള മാലിന്യങ്ങൾ മുഴുവൻ പുറത്തേക്ക് വരികയും കർത്താവിൻ്റെ വചനം എന്നിൽ നിറയുകയും ചെയ്യും. ഏറ്റവും പ്രധാനം, ഈശോയുടെ മുമ്പിലിരിക്കുമ്പോൾ എന്നിലെ കുറവുകൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ദൈവമാണ്, എൻ്റെ ദൈവമാണ് എന്നോട് സംസാരിക്കുന്നത്. യേശുവിനെ പിടിക്കുവാനായിട്ട് ഫരിസേയർ ഒരിക്കൽ കുറേ പടയാളികളെ വിടുന്നുണ്ട്. അവർ പോയി ഈശോയെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഈശോയുടെ അടുത്ത് ചെന്നു. അറസ്റ്റ് ചെയ്യാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഈശോയുടെ വചനം അവർ കേട്ടു. ആ വചനം കേട്ടിട്ട് അവർ തിരിച്ചു പോന്നു. തിരിച്ചു വന്നപ്പോൾ ഫരിസേയർ അവനോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് അവനെ പിടിച്ചില്ല? അപ്പോൾ അറസ്റ്റ് ചെയ്യാൻ പോയവർ പറഞ്ഞു,
അവൻ സംസാരിക്കുന്നത് പോലെ ഇതുവരെ ആരും സംസാരിക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടില്ല. യേശുവിനെ പിടിക്കാൻ പോയവർ അവൻ്റെ വചനങ്ങൾ കേട്ട് ആ വചനത്തിൽ ആകൃഷ്ടരായി ഈശോയെ അറസ്റ്റ് ചെയ്യൽ വേണ്ട എന്ന് വെച്ച് തിരിച്ചു അവർ പോന്നു. കാരണം ആ വചനം അവരുടെ ഉള്ളിൽ തറച്ചു. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മൾ വഞ്ചിതരാകാതിരിക്കാൻ ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കണം. മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ വഞ്ചിതരായി എന്ന് വരും. കർത്താവ് രോഗിയെ സുഖപ്പെടുത്തി. ഉടനെ എല്ലാവരും പറയുന്നു അവൻ സാപത്തിലാണ് രോഗശാന്തി നൽകിയത്. അങ്ങനെ ഈശോയെ വിമർശിക്കാനും കുറ്റപ്പെടുത്താനും ഉള്ള സമയമാണ് ചില യഹൂദ പ്രമാണികൾ കണ്ടെത്തിയത്. നമ്മൾ ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ മറിയം കർത്താവിൻ്റെ മുമ്പിലിരുന്ന അതേ അവസ്ഥയിലാണ്. ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഇരിക്കുമ്പോൾ മറിയം കർത്താവിൻ്റെ പാദത്തെങ്കിലിരുന്ന ആ വചനം കേട്ട അതേ അവസ്ഥയാണ്. ഇന്ന് നമുക്കും ഒരു വലിയ ഒരു അവസരമാണ് മറിയത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ, മറിയം ഈശോയുടെ പാദത്തെങ്കിലിരുന്ന ആ വചനം കേട്ടതുപോലെ ഇന്ന് നമുക്കും ദൈവത്തിൻ്റെ മുമ്പിലിരുന്ന് ആ വചനം കേൾക്കാനുള്ള അവസരമാണ് ദേവാലയത്തിൽ ദിവ്യകാരുണ്യ ആരാധനയുടെ മുമ്പിലിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. സഭയും വിശുദ്ധ കുർബാനയും എന്ന ചാക്രിക ലേഖനത്തിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ നമ്മോട് പറയുന്നു, അവിടുത്തോടൊത്ത് സമയം ചിലവഴിക്കുന്നതും ശ്രേഷ്ഠ ശിഷ്യനെ പോലെ അവിടുത്തെ ഹൃദയത്തോടടുത്ത് ചാരിക്കിടക്കുന്നതും അവിടുത്തെ ഹൃദയത്തിലുള്ള അനന്തമായ സ്നേഹം അനുഭവിച്ചറിയുന്നതും ആനന്ദകരമാണ്. അവിടുത്തോടൊത്ത് സമയം ചിലവഴിക്കുന്നതും ശ്രേഷ്ഠ ശിഷ്യനെ പോലെ അവിടുത്തെ ഹൃദയത്തോടടുത്ത് ചാരിക്കിടക്കുന്നതും അവിടുത്തെ ഹൃദയത്തിലുള്ള അനന്തമായ സ്നേഹം അനുഭവിച്ചറിയുന്നതും ആനന്ദകരമാണ്. മറിയം ഇവിടെ ചെയ്യുന്നത് ഇന്നത്തെ ദിവ്യകാരുണ്യ ആരാധനയുടെ ആദ്യ രൂപമാണ് മറിയം അവിടെ ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മെ ചിന്തിപ്പിക്കേണ്ടതാണിത്. കർത്താവ് മർത്തായ്ക്ക് കൊടുക്കുന്ന തിരുത്തലാണ്, മർത്ത നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമാണ്. എന്നാൽ മർത്ത ചോദിച്ചില്ല, കർത്താവേ ഏതാണ് ഞാൻ തിരുത്തേണ്ടത്? കർത്താവെ എൻ്റെ ഈ അസ്വസ്ഥത തിരുത്താനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല കർത്താവെ എന്ന് അവളൊരു വാക്ക് പറഞ്ഞില്ല. എനിക്കിത് പറ്റുന്നില്ല കർത്താവെ എന്ന് അവൾ പറഞ്ഞില്ല. ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ സ്വസ്ഥമായിരിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ഈശോയോട് നമുക്ക് ചോദിക്കാനും കഴിയണം, ഈശോയെ എന്തൊക്കെയാണ് ഞാൻ വരുത്തേണ്ട മാറ്റങ്ങൾ? അസ്വസ്ഥയായ മർത്തായ്ക്ക് സ്വസ്ഥമായിരിക്കാൻ സാധിക്കുന്നില്ല. അവൾ സ്വസ്ഥമായിരിക്കുന്ന മറിയത്തെ കൂടി അസ്വസ്ഥതയിലേക്ക് വലിച്ചിഴയ്ക്കാനാണ് അവൾ ശ്രമിക്കുന്നത്. നമ്മളിലെ അസ്വസ്ഥത പലപ്പോഴും മറ്റുള്ളവരിലേക്ക് പകരും. നമ്മളിലെ പാപം മറ്റുള്ളവരിലേക്ക് പകരും. നമ്മളിലെ ദുശ്ചിന്തകൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് പകരും. നമ്മളിലെ വെറുപ്പും വിദ്വേഷവും നമ്മൾ മറ്റുള്ളവരിലേക്ക് പകരും. എന്നാൽ മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കുവാൻ നമ്മൾ അധികം പരിശ്രമിക്കാറില്ല. സ്നേഹമുള്ള സഹോദരങ്ങളെ, മർത്തായുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയും മർത്ത തിരഞ്ഞെടുത്തത് നല്ലതാണ് എന്നും കർത്താവ് മനസ്സിലാക്കി അത് അവളോട് പറയുകയും ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കുവാനും നമ്മുടെ ഭാരങ്ങൾ തുറന്നു വയ്ക്കുവാനും നമുക്കിന്ന് ഒരേ ഒരു ആശ്രയമുള്ളത് ദിവ്യകാരുണ്യനാഥൻ മാത്രമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒന്നും തിരുത്താൻ നമ്മൾ തയ്യാറല്ല എന്നുള്ളതാണ് കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ ചെല്ലാൻ മടിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ സ്വസ്ഥമായി ഇരിക്കുവാൻ സാധിക്കുക എന്ന് പറയുന്നത് ശാന്തമായ ഒരു മനസ്സിൻ്റെ അടയാളമാണ്. അസ്വസ്ഥത നിറഞ്ഞ ഒരു ഹൃദയമുള്ളവർക്ക് ഒരിക്കലും കർത്താവിൻ്റെ മുമ്പിൽ സ്വസ്ഥമായി ഇരിക്കുവാൻ സാധ്യമല്ല. സങ്കീർത്തനം 44 അധ്യായം 3 തിരുവചനം, വാളുകൊണ്ടല്ല അവർ നാട് പിടിച്ചടക്കിയത്, കരബലം കൊണ്ടല്ല അവർ വിജയം വരിച്ചത്, അവിടുത്തെ വലത്ത് കൈയും ഭുജവും മുഖപ്രകാശവും കൊണ്ടത്രേ.
ഇസ്രായേൽ ജനത്തിന് നാട് പിടിച്ചടക്കാൻ വാളില്ലായിരുന്നു, അവർക്ക് ശക്തിയില്ലായിരുന്നു, യുദ്ധത്തിൽ പരിജ്ഞാനവും ഇല്ലായിരുന്നു. പക്ഷേ അവർ വിജയം വരിച്ചത് അവിടുത്തെ വലത്തുകൈയും ഭുജവും മുഖപ്രകാശവും കൊണ്ടത്രേ. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമുക്കും നമ്മുടെ മുമ്പിൽ വെച്ച് നീട്ടപ്പെട്ട ആയുധം, നമുക്കെന്തിനേയും കീഴടക്കാൻ സാധിക്കും. നമ്മുടെ മുമ്പിൽ വെച്ച് നീട്ടപ്പെട്ട ആയുധങ്ങൾ എന്ന് പറയുന്നത് കർത്താവിൻ്റെ വലതുകൈയും അവിടുത്തെ ഭുജവും അവിടുത്തെ മുഖപ്രകാശവും മാത്രമാണ്. നമ്മുടെ ആയുധങ്ങൾ കൊണ്ടോ കരുത്തുകൊണ്ടോ നമ്മുടെ കരബലം കൊണ്ടോ കായ്ബലം കൊണ്ടോ നമുക്ക് ഒന്നും കീഴടക്കാൻ സാധിക്കുകയില്ല. പക്ഷേ നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിലിരുന്നാൽ ആ മുഖപ്രകാശം കൊണ്ട് നമുക്ക് പലതിനെയും കീഴടക്കാനായിട്ട് നമുക്ക് സാധിക്കും. കർത്താവിൻ്റെ മുമ്പിൽ, ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ നമുക്കും ലഭിക്കുന്നത് കായിക ബലമല്ല, അവിടുത്തെ മുഖപ്രകാശത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വലിയ അനുഗ്രഹമാണ്. മോശ സീനായി മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ 40 ദിനരാത്രങ്ങൾ ചിലവഴിച്ചതിൻ്റെ ഒരു ചൈതന്യം മോശയുടെ മുഖത്തുണ്ടായിരുന്നു. മോശയുടെ മുഖത്തേക്ക് നോക്കാൻ ഇസ്രായേൽ ജനത്തിന് സാധിച്ചില്ല. അതുകൊണ്ട് മുഖത്തൊരു മൂടുപടം ഇട്ടുകൊണ്ടാണ് അവർ മോശയുടെ മുഖത്തേക്ക് നോക്കിയത്. കാരണം ദൈവത്തിൻ്റെ മുഖപ്രകാശം 40 ദിവസം കൊണ്ട് മോശയുടെ മുഖത്തെ പ്രകാശിപ്പിച്ചു. മോശയുടെ ഹൃദയത്തിലും ആ ചൈതന്യം നൽകി. ആ കരുത്തിലാണ് ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ മോശ നയിച്ച് അവിടെ എത്തിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മോശയ്ക്ക് ലഭിച്ച ചൈതന്യമാണ് കർത്താവിൻ്റെ മുമ്പിലിരുന്നാൽ നമുക്കും ലഭിക്കുക. നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങൾ നഷ്ടപ്പെടുത്തുന്നുണ്ട് കർത്താവിൻ്റെ മുമ്പിലിരിക്കാതെ, അവിടുത്തെ സന്നിധിയിൽ ചെല്ലാതെ, ആ ദൈവവുമായി നമ്മൾ നമ്മുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കാതെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടുത്തി കളയുന്നുണ്ട്. നമുക്കറിയാം, മഴക്കാലത്ത് ഒത്തിരിയേറെ മഴ പെയ്യുന്നുണ്ട്. മഴക്കാലത്ത് പെയ്യുന്ന മഴ മുഴുവനും വെള്ളമൊഴുകി കടലിലേക്ക് പോവുകയാണ്. ആ മഴവെള്ളം പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ ഒരു കൃഷിക്കാരനും സാധിക്കുന്നില്ല, ഈ ഭൂമിയിലെ ആർക്കും സാധിക്കുന്നില്ല. ഇതുപോലെയാണ് കർത്താവ് നമ്മുടെ മേൽ വർഷിക്കുന്ന നിരവധിയായ നന്മകളും അനുഗ്രഹങ്ങളുമുണ്ട്. അവിടുത്തെ മുമ്പിലിരിക്കുമ്പോൾ മഴവെള്ളം പാഴായി പോകുന്നത് പോലെ തമ്പുരാൻ നമ്മുടെ മേൽ ചൊരിയുന്ന അനുഗ്രഹങ്ങൾ ഇങ്ങനെ പാഴായി പോയിക്കൊണ്ടിരിക്കുക. അതൊന്നും പൂർണ്ണമായി ഉപയോഗിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായം 14 മുതലുള്ള തിരുവചനങ്ങളിൽ ഒരു താലന്ത് ലഭിച്ചവൻ്റെ കഥ പറയുന്നുണ്ട്. അവൻ എന്താണ് ചെയ്തത്? അവൻ നിലം കുഴിച്ച് യജമാനൻ്റെ പണം കൊണ്ടുപോയി മറച്ചു വെച്ചു. അവൻ അതുകൊണ്ട് വ്യാപാരം ചെയ്തില്ല. കാരണം എന്താണ്? അവൻ പറയുന്നത്, ഒരു താലന്ത് കിട്ടിയവൻ വന്ന് പറഞ്ഞത്, യജമാനനെ, നീ വിതയ്ക്കാത്തിടന്ന് കൊയ്യുകയും വിതറാത്തിടത്തുനിന്ന് ശേഖരിക്കുകയും ചെയ്യുന്ന കഠിന ഹൃദയനാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതിനാൽ ഞാൻ ഭയപ്പെട്ട് നിൻ്റെ താലന്ത് മണ്ണിൽ മറച്ചു വെച്ചു. ഇതാ നിൻ്റേത്, നീ എടുത്തുകൊള്ളുക. നമ്മൾ തമ്മിലുള്ള ഏർപ്പാട് കഴിഞ്ഞു. അവൻ ഭയപ്പെട്ടിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഭയപ്പെട്ടിട്ട് അവനൊന്നും ചെയ്തില്ല. അവൻ അലസനായി ഇരുന്നു. യജമാനനെ അവന് ഭയമായിരുന്നു എന്ന് അവൻ പറയുന്നു. ഇതുപോലെ ദൈവത്തെയും അവിടുത്തെ വചനത്തെയും അവിടുത്തെ പ്രവൃത്തികളെയും ഭയപ്പെട്ട് അടുക്കാതിരിക്കുമ്പോൾ നമ്മൾ താലന്ത് മണ്ണിൽ കുഴിച്ചിട്ടവനെ പോലെ ആവുകയാണ്. അസ്വസ്ഥതകളെ ഇല്ലാതാക്കാനാണ് കർത്താവ് നമുക്ക് കൃപ നൽകുന്നത്. നിയമാവർത്തന പുസ്തകം 28-ാമത്തെ അധ്യായം 13-ാമത്തെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ ശ്രവിച്ച് അവ ശ്രദ്ധാപൂർവം പാലിക്കുമെങ്കിൽ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും. നിനക്കൊരിക്കലും അധോഗതി ഉണ്ടാവുകയില്ല. ഞാനിന്ന് കൽപ്പിക്കുന്ന ഈ കാര്യങ്ങളിൽ നിന്ന് ഇടം വലം നീ വ്യതിചലിക്കരുത്. രാജാക്കന്മാരുടെ പുസ്തകത്തിലെ ഏലിയ പ്രവാചകന് ജസബൽ രാജ്ഞി ഏലിയായെ നാളെ ഈ സമയത്തിന് മുമ്പ് ബാലിൻ്റെ പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞതുകൊണ്ട് നാളെ ഈ സമയത്തിന് മുമ്പ് പ്രവാചകന്മാരിൽ ഒരുവനെ പോലെ ഞാൻ ഏലിയായെയും ആക്കി തീർക്കും എന്ന് പറഞ്ഞു. ഏലിയ ഭയപ്പെട്ട് പലായനം ചെയ്തു. കിരിത്ത് അരുവിക്ക് അടുത്ത് അവൻ പോയി ഇരിക്കുമ്പോൾ അവൻ അവിടെ തളർന്ന് ഉറങ്ങി. അവൻ അവിടെ കിടന്ന് ഉറങ്ങിയപ്പോൾ വെള്ളമില്ല,
ഭക്ഷിക്കാനൊന്നുമില്ല. ഒരു മാലാഖ വന്ന് ചുടുകല്ലിൽ ചുട്ടെടുത്ത അപ്പവും ഒരു പാത്രത്തിൽ വെള്ളവും അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവനെ വിളിച്ചു ഉണർത്തി അവനോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് ഇത് ഭക്ഷിക്കുക. ഏലിയ പ്രവാചകൻ എഴുന്നേറ്റ് അത് ഭക്ഷിച്ചു. എന്നിട്ട് മാലാഖ ഏലിയായോട് പറഞ്ഞു, ദീർഘദൂരം നിനക്കിനി യാത്ര ചെയ്യുവാനുണ്ട്. ദീർഘദൂരം നീ യാത്ര ചെയ്യേണ്ടതുകൊണ്ട് എഴുന്നേറ്റ് ഭക്ഷിക്കുക. അവൻ എഴുന്നേറ്റ് ആ അപ്പം ഭക്ഷിച്ചു, ആ വെള്ളവും കുടിച്ചു. അവൻ്റെ യാത്ര ആ അപ്പത്തിൻ്റെ പുറത്തായിരുന്നു. ദൈവത്തിൻ്റെ മലയിൽ എത്തിച്ചേരുന്നതുവരെ അവന് പിന്നീട് ഭക്ഷണമൊന്നും ലഭിച്ചില്ല. ആ അപ്പത്തിൻ്റെ ശക്തിയിൽ അവൻ മുന്നോട്ട് പോയി. സ്നേഹമുള്ള സഹോദരങ്ങളെ, കർത്താവ് നമുക്ക് നൽകുന്ന ജീവൻ്റെ അപ്പം, ആ അപ്പത്തിൻ്റെ ശക്തിയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യം വരെ നമ്മൾ എത്തിച്ചേരേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യം വരെ എത്താൻ നമുക്ക് കരുത്ത് പകരുന്നത് ദൈവം നൽകുന്ന അപ്പമാണ്. അപ്പം ദൈവത്തിൻ്റെ കരുതൽ, നമ്മൾ ഓരോരുത്തരെക്കുറിച്ചും വലിയ കരുതൽ നമ്മുടെ ദൈവത്തിന് ഉണ്ട്. ദാനിയേലിൻ്റെ പുസ്തകം 14-ാമത്തെ അധ്യായം 33 മുതലുള്ള തിരുവചനങ്ങളിൽ മനോഹരമായ ഒരു സംഭവം കൊടുക്കുന്നുണ്ട്. അക്കാലത്ത് ഹബക്കുക്ക് പ്രവാചകൻ യൂദയായിലുണ്ടായിരുന്നു. അവൻ കറിയും പൊടിച്ച അപ്പവും ഒരു പാത്രത്തിലാക്കി കൊയ്ത്തുകാർക്ക് കൊടുക്കാൻ വേണ്ടി വയലിലേക്ക് പോവുകയായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ ഹബക്കുക്കിനോട് പറഞ്ഞു, നിൻ്റെ കയ്യിലുള്ള ഭക്ഷണം ബാബിലോണിലെ സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേലിന് കൊണ്ടുപോയി കൊടുക്കുക. ഹബക്കുക്ക് പറഞ്ഞു, പ്രഭോ, ഞാൻ ഒരിക്കലും ബാബിലോൺ കണ്ടിട്ടില്ല. സിംഹക്കുഴിയെപ്പറ്റി എനിക്കൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവനെ മുടിയിൽ പിടിച്ച് തൂക്കിയെടുത്ത് ബാബിലോണിൽ സിംഹക്കുഴിയുടെ നേരെ മുകളിൽ വായുവേഗത്തിൽ എത്തിച്ചു. ഹബക്കുക്ക് വിളിച്ചു പറഞ്ഞു, ദാനിയേൽ, ദാനിയേൽ, ദൈവം നിനക്കെത്തിച്ചു തന്നിരിക്കുന്ന ഭക്ഷണം കഴിച്ചാലും. ദാനിയേൽ പറഞ്ഞു, ദൈവമേ, അങ്ങെന്നെ ഓർമ്മിച്ചിരിക്കുന്നു. അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. ദാനിയേൽ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചു. കർത്താവിൻ്റെ ദൂതൻ ഉടൻ തന്നെ ഹബക്കുക്കിനെ അവൻ്റെ സ്ഥലത്തേക്ക് മടക്കി കൊണ്ടുവന്നു. ദൈവത്തിൻ്റെ ശക്തമായ പരിപാലന. ഹബക്കുക്ക് തൻ്റെ വയലിൽ വേല ചെയ്യുന്ന വേലക്കാർക്ക് ഭക്ഷണവുമായി പോകുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ വന്ന് അവനോട് പറഞ്ഞു, നീ അവർക്കല്ല കൊടുക്കേണ്ടത്, ഈ ഭക്ഷണം നീ കൊണ്ടുപോയി ബാബിലോണിലെ സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേലിന് കൊണ്ടുപോയി കൊടുക്കുക. ദാനിയേൽ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി എന്ന് ദൈവത്തിന് മനസ്സിലായി. ഹബക്കുക്ക് പറഞ്ഞു, എനിക്കറിയത്തില്ല, ബാബിലോണെന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, സിംഹക്കുഴി എവിടെയാണെന്നും എനിക്കറിയത്തില്ല. അവനെ തലമുടിക്ക് പിടിച്ച് പൊക്കിയെടുത്ത് ദൈവദൂതൻ നേരെ വായുവേഗത്തിൽ ഫ്ലൈറ്റിന് പോകുന്നത് പോലെ അവനെ കൊണ്ടുപോയി സിംഹക്കുഴിയുടെ മുകളിലെത്തിച്ചു. ഹബക്കുക്ക് ചെന്നപാട് പറഞ്ഞു, ദാനിയേൽ, ദാനിയേൽ, നീ എഴുന്നേറ്റ് ഭക്ഷിക്കുക. ദൈവം നിനക്കെത്തിച്ചു തന്നിരിക്കുന്ന ഈ ഭക്ഷണം കഴിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്കുക ഈ വ്യക്തിത്വങ്ങളിലേക്ക്. ഹബക്കുക്ക്, ഇതാ ഞാൻ നിനക്ക് ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട് എന്നല്ല പറഞ്ഞത്, ദൈവം നിനക്ക് എത്തിച്ചു തന്ന ഭക്ഷണം. എല്ലാ മഹത്വവും ദൈവത്തിനാണ് ഹബക്കുക്ക് കൊടുക്കുന്നത്. ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ഭക്ഷണം ഉണ്ടാക്കിയത് ഞാനാണ്. എൻ്റെ പണിക്കാർക്ക് കൊടുക്കുവാൻ ഞാൻ കൊണ്ടുപോവുകയായിരുന്നു വയലിലേക്ക്. പക്ഷേ ദൈവമാണ് ഇത് നിനക്ക് എത്തിച്ചു തരാൻ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് ദൈവം ഒരുക്കിയ ഭക്ഷണമാണിത്. ഇത് ഞാൻ ഒരുക്കിയതല്ല. ഹബക്കുക്ക് തൻ്റെ നാമം അവിടെ വരാൻ അനുവദിച്ചില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം നൽകി ജീവിക്കുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ദാനിയേൽ പറഞ്ഞു നോക്കുക, ദൈവമേ, നീ എന്നെ ഓർമ്മിച്ചിരിക്കുന്നു. നമ്മുടെ ദൈവം എപ്പോഴും നമ്മളെ ഓർമ്മിക്കും. നമ്മുടെ ദൈവത്തിന് നമ്മളെക്കുറിച്ച് നല്ല ഓർമ്മയുണ്ട്. അതുകൊണ്ടാണല്ലോ യെശയ്യായിലൂടെ പറഞ്ഞത്, നമ്മുടെയൊക്കെ പേര് അവിടുത്തെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്തിനാണ്? എപ്പോഴും കാണാൻ. കയ്യിൽ നോക്കുമ്പോഴെല്ലാം ദൈവത്തിന് നമ്മുടെ പേര് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെയൊക്കെ പേര് അവിടുത്തെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തി വലിയ കരുതൽ നമുക്ക് നൽകുകയാണ്. നമുക്ക് തമ്പുരാനോട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ഈ കരുതലും ഈ പരിഗണനയും
ഈ പരിപാലനയും മനസ്സിലാക്കി അവിടുത്തെ തിരുമുഖത്ത് നോക്കിയിരുന്ന് നമ്മുടെ ജീവിതത്തെ നവീകരിക്കാൻ മറിയം തിരഞ്ഞെടുത്തു. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു. അത് അവളിൽ നിന്ന് ഒരിക്കലും എടുക്കപ്പെടുകയില്ല. നമ്മൾ ഓരോരുത്തരെക്കുറിച്ചും ഈശോ ഇങ്ങനെ പറയട്ടെ, നമ്മൾ ഓരോരുത്തരും നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതൊരിക്കലും എടുക്കപ്പെടുകയില്ല. ഒരിക്കലും എടുക്കപ്പെടാതിരിക്കട്ടെ. അങ്ങനെ അനുഗ്രഹിക്കപ്പെടട്ടെ നമ്മുടെ ജീവിതം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, ദാനിയേലിനെ സിംഹക്കുഴിയിൽ കിടന്നപ്പോൾ അങ്ങ് ഓർമ്മിച്ചു. അങ്ങ് ഞങ്ങളെയും ഓർമ്മിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് പലപ്പോഴും വിശ്വാസമില്ല. നല്ല തമ്പുരാനെ, ആഴമായ അങ്ങയുടെ പരിപാലനയിൽ ആഴമായ വിശ്വാസം, വചനത്തിൽ ഞങ്ങൾ കേട്ടതനുസരിച്ച്, വചനത്തിൽ പറഞ്ഞിരിക്കുന്ന അനേക കാര്യങ്ങളനുസരിച്ച് ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങേയറ്റ ശ്രദ്ധാലുവാണെന്ന് മനസ്സിലാക്കാനുള്ള വലിയ പ്രകാശം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, തിരുക്കുമാരനെ അമ്മ വളർത്തുകയും ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് അമ്മ കീഴ്പ്പെടുകയും ചെയ്തതുപോലെ ഞങ്ങൾക്കും ദൈവതിരുമനസ്സിന് കീഴ്പ്പെടാനുള്ള നല്ല മനസ്സ് എപ്പോഴും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.